നമസ്കാരം. ദേ കിട്ടി ശബരിമല നുണയ്ക്ക് സതീശന്റെ കന്നം പുളക്ക ഹൈക്കോടതി ശബരിമല ഡിവിഷൻ ബെഞ്ച് ഇടത് കൈ ഓങ്ങി ചെവുക്കുറ്റിക്ക് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. എന്തിന്? പച്ച നുണ പറഞ്ഞതിന്. ആ നുണ എന്താണെന്ന് ഹൈക്കോടതിയുടെ ഇന്നത്തെ പ്രസക്തമായിട്ടുള്ള നിരീക്ഷണം കണ്ടതിന് ശേഷം നമുക്ക് ആ നുണയിലേക്ക് പോകാം. സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് ഹൈക്കോടതി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയാണ്. ഈ നിരീക്ഷണം അതിസങ്കീർണമായ കേസ് എന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നു. കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കയുടെ കാര്യമില്ല. SIT ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഈ SITയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉള്ളതായി ആ അന്വേഷണത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും മനസ്സിലാക്കുന്ന അതിന്റെ ഓരോ ഘട്ടങ്ങളിലുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് ബോധ്യപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ദേവസ്വം ബെഞ്ച് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുന്നു. അവരുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇനി മുന്നോട്ട് പോകുന്നതിൽ അവർക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് SITക്ക് എന്നത് കോടതിക്ക് വ്യക്തമാകുന്നു എന്നതാണ് SITയുടെ അന്വേഷണത്തെ കോടതി പൂർണ്ണമായും ശരിവെക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമസഭാ സമ്മേളനത്തിലടക്കം ഏറ്റവും വലിയ ആരോപണമായി പ്രതിപക്ഷം ഉയർത്തുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമാണ്. അതിൽ സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ കുറ്റപത്രം വൈകിപ്പിച്ച് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാൻ അവസരമൊരുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് നേരിടുന്നത്. അതാണ് രാഷ്ട്രീയ വിമർശനമായുള്ളത്. അതിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് എന്നതാണ്. ഇന്ന് അതേ ഹൈക്കോടതി പറയുന്നു ഈ അന്വേഷണത്തിൽ ഇതുവരെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടായിരുന്നത് ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചിൽ നിന്നാണ്. പക്ഷേ ഇതുവരെ ഈ SIT അന്വേഷണത്തെ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് തള്ളിപ്പറഞ്ഞിട്ടില്ല. അവർ ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നു എന്നതാണ്. ശബരിമല അന്വേഷണത്തിൽ പരിപൂർണ സംതൃപ്തി. അന്വേഷണത്തിൽ യാതൊരു ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇപ്പോ നിലവിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് സ്വാഭാവികമാണ്. അതിസങ്കീർണമായ കേസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ശാസ്ത്രീയ പരിശോധനകളുടെ റിസൾട്ടുകൾ എല്ലാം പുറത്തു വന്നാൽ മാത്രമേ കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റൂ. കുറ്റപത്രം വൈകുന്നു എന്ന് കരുതിക്കൊണ്ട് ഈ കേസിലകപ്പെട്ട ഒരുത്തനും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളും തെളിവുകളും പരിശോധിച്ചതിന് ശേഷം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്ന് ഇങ്ങനെ ഒരു വിധി പ്രസ്താവം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് സതീശന്റെ കന്നം പുളക്കയാണ് അത് കൊടുത്തതെന്ന് പറയേണ്ടി വരുന്നു എന്ന് തോന്നല്ലേ? ഇന്ന് തന്നെ സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്താണ് പറഞ്ഞത് നിങ്ങൾ കേൾക്കണ്ടേ? ഒന്ന് കേട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച എങ്ങുമെത്താതെ അവസാനിക്കുകയാണ്, അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രതികളും പുറത്തിറങ്ങാൻ പോവാണ്. ഒരു തൊണ്ടി മുതൽ പോലും ശേഖരിച്ചിട്ടില്ല, ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ല. അപ്പൊ 2 ലക്ഷ്യമാണ് മുഖ്യമന്ത്രി CPM-നുള്ളത്. ഒന്ന്, പ്രധാനികളായ ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കുക, മുൻ ദേവസ്വം മന്ത്രിയിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ജയിലിലായ 3 CPM നേതാക്കന്മാരെയും പുറത്തു കൊണ്ടുവരിക. ഈ കേസ് അന്വേഷണം തെളിവില്ലാതെ അവസാനിപ്പിക്കുക. അതിനുവേണ്ടി SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ശബരിമല കേസിലുള്ളത്. ശബരിമല കേസ് എങ്ങുമെത്താതെ അവസാനിക്കാൻ പോകുന്ന ദൌർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തു വരുന്ന സാഹചര്യമാണ്. സർക്കാരാണ് ഇതിന്റെ അകത്ത് ഇടപെടുന്നത്. എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടപെടുന്നത്. നിങ്ങൾ തന്നെ പറ, സത്യവുമായി ഒരു പുലബന്ധവുമില്ല. സത്യം പുറത്തു വരാതിരിക്കണം. എങ്ങനെയും ശബരിമല വിഷയം വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിന് കുറച്ച് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നിയമസഭയിൽ പോലും ജനങ്ങൾക്ക് വേണ്ട വിഷയങ്ങൾ ചർച്ചയാകാതെ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകാതെ ഈ വിഷയം ഉയർത്തി മാധ്യമ ക്യാമറകളിലൂടെ വാർത്ത സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിന് ആനുകൂല്യം ഉണ്ടാക്കാൻ പരിശ്രമിച്ചതാണ്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണല്ലോ ഈ അന്വേഷണം നടക്കുന്നത്. CPM-ന്റെ ഭാഗമായിട്ടുള്ള 3 പേരെ
ഈ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നവർ ചട്ടിക്കകത്തായല്ലോ. CPM അതിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ? എന്തെങ്കിലും പ്രതികരണം നടത്തിയോ? ഒന്നും നടത്തിയിട്ടില്ല. അന്വേഷണം ഹൈക്കോടതി നടത്തുന്നുണ്ട്. അത് ഏതറ്റം വരെയും പോട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം എത്രയെത്ര അപ്ഡേഷൻ വന്നു. ആ അപ്ഡേഷൻ വന്നപ്പോഴെല്ലാം കോൺഗ്രസിന്റെ ആസനത്തിൽ തീ പിടിക്കുകയാണ്. ആ തീ പിടിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? ഹൈക്കോടതി ജഡ്ജിമാരെ വരെ അവഹേളിച്ചുകൊണ്ടാണ് സതീശൻ പല പ്രതികരണങ്ങൾ നടത്തുന്നത്. വായിൽ തോന്നുന്നത് പറയുന്ന ചീഫ് ജസ്റ്റിസുമാരെന്ന് വരെ ആക്ഷേപിക്കുന്ന സതീശന് മുന്നിലേക്ക് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തുന്ന ഈ വിഷയത്തിൽ അന്വേഷണത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കുള്ള പൊൻതൂവലാണ്? ഈ സർക്കാരിനെ സംബന്ധിക്കുന്നിടത്തോളം ആ വിഷയത്തിൽ ഒരിടപെടലും നടത്തിയിട്ടില്ല. ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം വൈകുന്നത് കാര്യം എന്തെങ്കിലും എഴുതി വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ പ്രതികൾ ഈ കുറ്റപത്രത്തെ വെച്ചിട്ട് അല്ലെങ്കിൽ ദുർബലമായ കുറ്റപത്രം തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നീട് കോടതിയിലൂടെ ഇവർ രക്ഷപ്പെട്ടു പോകും. സ്വാഭാവികമായിട്ട് 90 ദിവസം കഴിയുമ്പോൾ അവർക്ക് ജാമ്യമാകും. ജാമ്യമായി എന്ന് കരുതിക്കൊണ്ട് 90 ദിവസത്തിന് ശേഷം പുറത്തു വന്നാൽ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. കാരണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സർക്കാരുമായി ഒരു ബന്ധവുമില്ല. ആ നിലയ്ക്ക് അവർ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ, ഇപ്പോൾ അറസ്റ്റിലായവർ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴും അന്വേഷണത്തിന്റെ പുരോഗതിയെല്ലാം കൃത്യമായിട്ട് നോക്കി വിലയിരുത്തിയതിനു ശേഷം സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇഷ്ടാനുസരണമുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന ആൾക്കാരെ എല്ലാം അറസ്റ്റ് ചെയ്താൽ സൂപ്പറാണ്. പക്ഷേ ഈ സ്വർണം കട്ടുകൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി, അത് വാങ്ങിയ ബെല്ലാരിയിലെ ഗോവർദ്ധനൻ, അത് ക്ലാഡിയാൻ കൊണ്ടുപോയ പങ്കജ് ഭണ്ഡാരി, ഇവരെല്ലാം കൂടി സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി. കാര്യം സ്വർണം കട്ടവൻ, അത് വാങ്ങിയവൻ, അത് ഉരുക്കിയെടുത്തവൻ, ഇവർ 3 പേരും കൂടി സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയതിനു ശേഷം ഇതിനെല്ലാത്തിനും ഉത്തരവാദി ആരാണെന്നാണ് പുറത്തു പറയാൻ ശ്രമിക്കുന്നത്. ഇതിനെല്ലാം CPM ആണ് ഉത്തരവാദി എന്ന് പറയാൻ ശ്രമിക്കുന്നിടത്താണ് ഇന്നിപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ സതീശന്റെ കന്നം അടിച്ചു പൊളിച്ചിട്ട് ഹൈക്കോടതി പറയുകയാണ് ആ അന്വേഷണം ഗംഭീരമാണ്, അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന്. അപ്പോ എന്ത് മനസ്സിലാകുന്നു? വാ തുറന്നാൽ പച്ച കള്ളം മാത്രം പറയുന്നതാണ് പ്രതിപക്ഷ നേതാവാണെന്ന് വീണ്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ?